ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് സെറ്റിൽഡായ കാര്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ കുറച്ച് വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എറണാകുളത്തിന് പോയി കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടൻ അവിടെ ഒരു ഷോപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനോട് അങ്ങ് പോയി. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സുന്ദരമായിട്ടുള്ള 2-3 മാസങ്ങളായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന സമയം നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2-ാം മാസം ആയപ്പോഴേക്കും നമുക്ക് വിശേഷം ഉണ്ടെന്നറിയുന്നു. നമുക്കങ്ങനെ ആദ്യത്തെ കൺമണിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും നല്ല സന്തോഷമായി കേട്ടോ. എൻ്റെ വീട്ടിൽ സന്തോഷമാകുന്നു, ഏട്ടൻ്റെ വീട്ടിൽ സന്തോഷമാകുന്നു, ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് പിന്നെ അവിടെ തന്നെ നിർത്താൻ എല്ലാവർക്കും ഒരു മടി, ബുദ്ധിമുട്ട്. നമുക്ക് ആ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് തലകറക്കം, ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളി തുടങ്ങി. പക്ഷേ ആ ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കുറച്ച് ദിവസത്തേക്കിന് എൻ്റെ അമ്മേനെ വിളിച്ച് അവിടെ നിർത്തി കേട്ടോ. എറണാകുളത്തേക്ക് വിളിച്ച് അവിടെ നിർത്തി. നമുക്ക് ആ ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം, ഇപ്പം ഞാൻ ഈ പറയുന്ന കണക്റ്റ് ആവുന്ന കുറേ അധികം ആൾക്കാരുണ്ടാവും കേട്ടോ. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ, നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കാനായിരിക്കും നമുക്ക് എപ്പോഴും ആഗ്രഹം. അതിപ്പം ഞാനെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും അത് തന്നെയായിരിക്കും കേട്ടോ, ഏറ്റവും കൂടുതൽ ഇഷ്ടവും ആഗ്രഹവും ഒക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏട്ടൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും മടിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ അമ്മേനെ പിടിച്ച് അവിടെ നിർത്തി. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിലും അച്ഛനും അനിയത്തിമാരും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ദിവസങ്ങൾ നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാനും അമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു കേട്ടോ. ഏട്ടൻ അവിടെ നിന്നു. ഏട്ടൻ ഞങ്ങളിവിടെ കൊണ്ടുപോയിട്ട് ഏട്ടൻ അങ്ങ് പോകും, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പിന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു കുറേ നാൾ നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 7-ാം മാസത്തെ ചടങ്ങിന് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ നിന്നു കേട്ടോ. എന്താ പറയുക, ആ ഒരു സമയം നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കേണ്ട സമയമാണെങ്കിൽ കൂടിയും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു സമയം എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത സമയമായിരുന്നു അത്. എന്താ പറയുക, എനിക്ക് ഓരോരോ മാനസിക സമ്മർദ്ദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമില്ല കേട്ടോ, എനിക്കും അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന്. പക്ഷെ ഞാനത് നമുക്ക് പോലും അറിയാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നം പോലും ആയിരിക്കത്തില്ല കേട്ടോ. ആ ഒരു സമയത്ത് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ തലയിൽ തന്നെ പ്രഷർ കൊടുത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു എൻ്റെ ആ ഒരു ആദ്യത്തെ എൻ്റെ പ്രഗ്നൻസി ടൈം മൊത്തം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദമായിരുന്നു കേട്ടോ. ഏട്ടനും കൂടി ഇവിടെ ഇല്ല, എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ട്. പിന്നെ കേൾക്കുന്നതും എടുക്കുന്നതും എല്ലാം നമുക്ക് വിട്ടുകളയേണ്ട കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമുക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങളിലൂടെ തന്നെ കേട്ടോ ഞാൻ പോയത്. എനിക്ക് ആ ഒരു ദിവസം പോലും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 7-ാം മാസത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പോലും ഒരു ദിവസം പോലും ഞാൻ സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല, അങ്ങനെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് കുഞ്ഞാകുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് പോലും അറിയാത്ത പല പ്രശ്നങ്ങളായിരിക്കും നമുക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. വിട്ടുകളയേണ്ട കേസുകളൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ആ ഒരു സമയത്ത് നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയോ എന്തൊക്കെയാണെന്നറിയില്ല കേട്ടോ. എന്തായാലും അതൊക്കെ കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദമായിരുന്നു ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്താ പറയുക, 2013 എൻ്റെ പാറുകുട്ടി ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ കൊച്ചും കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചിങ് ആകാൻ തുടങ്ങി. അത്രയും നാൾ നമ്മൾ നിന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയേ അല്ലല്ലോ പിന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് വരിക. കുഞ്ഞായി, പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളായി, പിന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കുറേ കാര്യങ്ങൾ അതിലേക്കായി തുടങ്ങി. പിന്നെ ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. നമുക്കൊരു കുഞ്ഞായി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നമുക്ക്. അങ്ങനെ എൻ്റെ പാറക്കുട്ടി ഉണ്ടാകുന്ന ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഇവിടെയൊക്കെ നല്ല
എൻജോയ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് തിമിർത്ത് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കൊച്ചു ഓരോ മൊമെൻറ്റ്സിലും നമ്മളത് അറിഞ്ഞുകൊണ്ടാട്ടോ ഇരുന്നത്. എന്താ പറയുക, ഒരമ്മ എന്ന നിലയിൽ ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷത്തിൽ പിന്നെ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ പോയി കേട്ടോ. പിന്നെ നമ്മൾ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ സമയം കണ്ടെത്താൻ തുടങ്ങി. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. പിന്നെ 3 മാസം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ പ്രസവത്തിൻ്റെതായ ശുശ്രൂഷകൾ, അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങനെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോയി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാർക്കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഏട്ടനും കൂടെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിട്ടോ. ഞാനും ഇല്ല, കുഞ്ഞും കൂടെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടനും അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഏട്ടനും ഇങ്ങ് തിരിച്ചു പോന്നു. അവിടെ കട വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഏട്ടനിങ്ങ് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് ഇവളുടെ സെറ്റിൽഡായി, നമുക്കിവിടെ തന്നെ സെറ്റിൽഡായി. പിന്നെ ഹാപ്പി മൂമെൻറ്റ് തന്നെയായിരുന്നു കുറേ നാളത്തേക്കും. പിന്നെ കുറച്ച് ഏട്ടൻ അവിടുന്ന് എറണാകുളത്ത് നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നമുക്ക് ഒരു ഷോപ്പൊക്കെ ഉണ്ടായി ഭയങ്കര ഇതിൽ പോയിക്കൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങി. പിന്നെ പല രീതിയിൽ നിന്നുമുള്ള കുത്തുവാക്കുകളൊക്കെ വരാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വിഷമിപ്പിച്ച കുറേ ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ലൈഫ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പാറുക്കുട്ടി വലുതാവുന്നു. ഓരോ വയസ്സും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയമാണ് കേട്ടോ. ഓരോ അനക്കങ്ങളും ഓരോ എന്താ പറയുക, കമന്ന് വീഴുന്നത്, ഇഴഞ്ഞു പോകുന്നത്, പിന്നെ പിടിച്ചു പോകുന്നത്, ആ പിടിച്ചു പോകുമ്പോൾ ഓരോ പ്രാവശ്യം മറിഞ്ഞൊക്കെ വീഴുന്നത്, ഇതൊക്കെ ഓരോരോ ഓർമ്മകളാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കൊച്ചു വലുതായി. അംഗൻവാടിയിൽ വിടാറായിരുന്ന സമയത്ത് അംഗൻവാടിയിൽ വിടുന്നു കേട്ടോ. അംഗൻവാടിയിൽ വിട്ടിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് അംഗൻവാടിയിൽ പോകുന്നുണ്ടായിരുന്നു. പോകാൻ മടിയൊന്നും ഇല്ല കേട്ടോ, പൊക്കോളും. എന്നിട്ട് തിരിച്ച് വൈകുന്നേരം വന്ന ഒരു ദിവസം നമ്മൾ എന്നും വൈകുന്നേരം വരുമ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ കഴുകാൻ നേരം ആളവിടെ തൊടിയിക്കുന്നില്ല, ഭയങ്കരമായിട്ട് കരച്ചില്ല കേട്ടോ. എന്താണ് ഈ കരയുന്നേ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. ഇവിടെ ഒന്നും കഴുകാനോ സോപ്പ് തേക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പം ഈ ഒരു മൂക്കിനകത്ത് ഇത്രയും ഉള്ളൊരു കല്ലുപെൻസിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു പോയി. എന്ത് ചെയ്യും, നമുക്ക് എടുക്കാനും പറ്റില്ല. ആകെപ്പാടെ ഞങ്ങൾ പിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ നേഴ്സുമാരെല്ലാവരും കൂടി ഓടി വന്ന് പിന്നെ ICUവിൽ കയറ്റി എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്തിട്ടാണ് കേട്ടോ ആ ഒരു മൂക്കിലെ കല്ലുപെൻസിലൊക്കെ എടുക്കുന്നത്. ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഞാൻ കരച്ചില്ല, ഏട്ടൻ കരച്ചില്ല, കുഞ്ഞാണ് അതിനപ്പുറത്തെ കരച്ചിൽ. ഭയങ്കരമായിട്ടും പേടിച്ചു പോയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ പാറക്കുട്ടീനെയും കൊണ്ട് അതെല്ലാം മൂക്കിലെ കല്ലുപെൻസിലൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ എൻ്റെ കുഞ്ഞ് ഓരോ ഘട്ടത്തിലായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ മഠം ഉണ്ടായിരുന്നു. പിന്നെ മഠത്തിലേക്ക് ആക്കി. LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പാറുക്കുട്ടി വളർന്ന് 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയ സമയത്ത് നമ്മൾ വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു കേട്ടോ. അപ്പം എൻ്റെ കൊച്ചിന് വീണ്ടും ഒരു അനിയനോ അനിയത്തിയോ വരാനായിട്ട് പോകുന്നു എന്നറിയുന്നു. അങ്ങനെ എല്ലാവരും വീണ്ടും ഹാപ്പി ആവുന്നു, സന്തോഷത്തിലാവുന്നു. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നു ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരൂ, സ്കാനിങ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ സ്കാനിങ്ങിനായിട്ട് നമ്മൾ വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. പോയി നമ്മൾ സ്കാനിങ്ങിന് കയറുന്നിടം വരെയും നമുക്ക് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞ് അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു സ്കാനിങ് കഴിഞ്ഞ റിസൾട്ട് കിട്ടി. നമ്മൾ ഡോക്ടറെ കണ്ട നിമിഷം നമ്മുടെ ആ പ്രതീക്ഷകളെല്ലാം പോയി കേട്ടോ. കാരണം അന്നേരം ഡോക്ടർ പറയുന്നു റിസൾട്ടിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ്സ് ഇല്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. എന്താ പറയുക, എന്നാലും നമുക്കങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പോയി സ്കാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷേ 2 ആഴ്ച ആകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വീണ്ടും ചെറിയൊരു വയറുവേദന, അടിവയറ്റിൽ വേദന തുടങ്ങി. ചെറുതായിട്ട് ബ്ലീഡിങ്ങും കൂടെ വന്നു തുടങ്ങി കേട്ടോ. ചെറിയൊരു ബ്ലീഡിങ് വന്നു തുടങ്ങി. നോർമലി നമുക്ക് പീരിയഡ് ഒക്കെ ആവുന്ന ആദ്യത്തെ സമയത്ത് വരുന്ന പോലെ ചെറിയ ബ്ലീഡിങ് വന്നു തുടങ്ങി. അപ്പോഴത്തേക്കിനും
ഏട്ടൻ അന്ന് ഇവിടെ ഒരു പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടനെ വിളിച്ചു വരുത്തി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോയാൽ മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങാറൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി, എൻ്റെ കുഞ്ഞ് പോയി എന്ന് മനസ്സിലായി കേട്ടോ. കാരണം ഓവറായിട്ട് നമുക്ക് ബ്ലീഡിങ് വന്നു തുടങ്ങി കേട്ടോ, ഓവറായിട്ട് ബ്ലീഡിങ് വന്നു തുടങ്ങി. നമുക്കന്ന് പോകാനായിട്ടൊരു വണ്ടിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഒരു വണ്ടിയില്ല. നമുക്ക് ആകപ്പാടെയുള്ളത് ഒരു ബൈക്ക് മാത്രമാണ് കേട്ടോ. നമുക്കിവിടെ കുറേ എല്ലാവരെയും വിളിക്കുന്നൊക്കെ ഉണ്ട്, നമ്മൾ എല്ലാവരെയും വിളിച്ച് നോക്കുന്നുണ്ട് വണ്ടിയുടെ കാര്യം. പക്ഷേ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ വണ്ടിയും കൊണ്ട് വരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അന്നേരം ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും എൻ്റെ കുഞ്ഞ് പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതായിരുന്നു കേട്ടോ അടുത്തൊരു മാർഗം. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുന്നു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്നും പറയുന്നുണ്ട്, നമുക്ക് ബൈക്കിന് തന്നെ പോകാം എന്ന് പറഞ്ഞു. ഏട്ടനും അറിയില്ല കേട്ടോ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലായി പോയി എന്ന് പറയാം കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബൈക്കിന് പോകാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. കൂടെ വരാൻ ഒരു മനുഷ്യനില്ലായിരുന്നു, ഞാനും ഏട്ടനും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇറങ്ങാൻ നേരം ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങാൻ നേരം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുക, വേഗം അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ നെടുങ്കണ്ടത്താണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെയുള്ള കാര്യങ്ങളൊന്നും, ദൈവമേ, ഒരു പെൺകുട്ടിക്ക് അങ്ങനെ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്താ പറയുക, ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചതിൽ, എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരേ ഒരു ദിവസം അത് മാത്രമാണ് കേട്ടോ. നമുക്കത് ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നത് വരെ മറക്കില്ല കേട്ടോ. ഒരു ദിവസം നമ്മൾ കടന്നു പോയൊരവസ്ഥ ഒന്നും നമ്മൾ മറക്കില്ല കേട്ടോ. അങ്ങനെ ബൈക്കിന് പോകുന്നു നമ്മൾ. ഏട്ടൻ പതിയെ പോകുന്നത്, ഏട്ടനറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഏട്ടനറിയില്ല. ഏട്ടൻ പതിയെ പോകുന്നു. പക്ഷെ നമുക്ക് ചെറുതായിട്ടൊരു ഘട്ടത്തിനകത്ത് ചെറുതായിട്ടൊന്ന് ഇറങ്ങി കയറുമ്പം തന്നെയും എനിക്കറിയാട്ടോ, എനിക്ക് ബ്ലീഡിങ് അങ്ങ് ഓവറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ കൂടി കഴിയുന്നില്ല കേട്ടോ. എനിക്ക് അതേപോലത്തെ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ടെൻഷനായിട്ട് ഞാൻ പുറത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് ഏട്ടനും കൂടെ ബാധിക്കും. ഏട്ടൻ വണ്ടി ഓടിക്കുകയാണ്, ആകപ്പാടെ തളർന്നു പോവും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലേ തന്നെ ഏട്ടൻ ഒത്തിരി പേടിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലണം, എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ലല്ലോ. ആ ഒരു അവസ്ഥയിലാണ് ഏട്ടൻ പോകുന്നത്. അപ്പം ഞാൻ പുറകെ ഇരുന്ന് ഞാനും കൂടി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് പേടിയാവുന്ന ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ ഭയങ്കരമായിട്ട് വീണ് പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്താം. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇച്ചിരി സ്പീഡിൽ എന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. എത്ര സിറ്റികൾ കടന്നാണ് ഞാൻ ഇവിടുന്ന് പോയതെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. എന്തേലും സിറ്റികൾ, ടൗണുകളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ദൈവമേ എനിക്കറിയില്ല, ആ ഒരു അവസ്ഥ എനിക്ക് പറയാൻ കൂടി പറ്റുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്നിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുഖമൊക്കെ കുനിച്ച്, നമ്മുടെ മുഖം കാണാതായിരിക്കുന്നത്, കാരണം ആൾക്കാർ കാണുമല്ലോ. എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി, എനിക്ക് മൊത്തം ബ്ലീഡിങ് ആയി, എൻ്റെ ഡ്രസ്സ് നിറച്ച് ബ്ലീഡിങ് ആയി എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലായി. എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പടി വരെ എത്തി കേട്ടോ. എന്തൊക്കെയോ ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പടി വരെ എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഇവിടുന്ന് താഴേക്ക് മൊത്തം ബ്ലീഡിങ്ങിനകത്ത് കുളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. 1 ഇഞ്ച് സ്ഥലം ബ്ലീഡിങ് ഇല്ലാത്ത എനിക്കില്ലായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുഴപ്പമില്ല, ഇതിന് താഴേക്ക് എൻ്റെ ഡ്രസ്സ് നിറച്ച് ബ്ലീഡിങ് ആയിരുന്നു. അതുപോലെ ഏട്ടൻ്റെ ഡ്രസ്സ്, വണ്ടി എല്ലാം ബ്ലീഡിങ് ആയിട്ടോ. ഭയങ്കരമായിട്ടും നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും, ഏതൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിക്കും അങ്ങനത്തെ ഒരവസ്ഥ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മൾ ആശുപത്രിയുടെ പടിക്കിലേക്ക് കൊണ്ട് വണ്ടി നിർത്തി. ഞാൻ ഒരു വിധത്തിൽ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കാരണം ഹോസ്പിറ്റലിൻ്റെ മിറ്റത്തൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണുമല്ലോ എന്നുള്ളൊരു സങ്കടമായിപ്പോയി. വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് ചാടിക്കയറി.
നമ്മൾ കയറുന്നതിന് മുമ്പേ തന്നെ ഹോസ്പിറ്റൽ അവർ കണ്ടു എന്ന് തോന്നുന്നു. ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം കൂടി സ്ട്രെച്ചറും കൊണ്ട് വേഗം ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്നു. പിന്നെ സ്ട്രെച്ചറെ കയറ്റി വേഗം തന്നെ എല്ലാം മൂടി ആരും കാണാത്ത വിധത്തിലാക്കി ലേബർ റൂമിലേക്ക് ആക്കി കേട്ടോ. പിന്നെ ലേബർ റൂമിൽ ആ ഒരു ദിവസം മുഴുവൻ ലേബർ റൂമിൽ കിടന്ന് എല്ലാം ക്ലീൻ എല്ലാം ചെയ്ത് എന്തായാലും കുഞ്ഞ് പോയി എന്ന് മനസ്സിലായി. പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിറ്റേ ദിവസം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. റെസ്റ്റായി, 3 മാസത്തെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. റെസ്റ്റിന് പോയി. അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ അന്നുകൊണ്ട് നമ്മളൊരു പാഠം മനസ്സിലാക്കി. ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമുക്ക് വിരളിൽ ഉണ്ടാവുന്ന കുറച്ച് പേരെ ഉണ്ടാവത്തുള്ളൂ. നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേരെ നമുക്കുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അന്നുകൊണ്ടൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അതിന് മുമ്പ് വരെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഇടുമ്പോൾ അത് കൊള്ളില്ല, മറ്റേത് ഇട്ടോളാൻ പറയുമ്പോൾ ഇതുടനെ ഒരു കഴിഞ്ഞ് മറ്റേത് എടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഇത് കണക്റ്റ് ആകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുറേ ആൾക്കാർക്കത് മനസ്സിലാവും കേട്ടോ. ഒത്തിരി പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. ഇല്ലെങ്കിൽ അത് വേണ്ട, ഇത് മതി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അത് അവോയ്ഡ് ചെയ്തിട്ട് ഇതിനെ സ്വീകരിക്കുന്ന ആളായിരുന്നു നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയുന്നവർ മാത്രമായിരിക്കും. നമുക്ക് ഒരു ഉപകാരവുമില്ലാത്ത കുറേ ആൾക്കാർ. അന്നുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുത്തു. നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ പോരെ നമുക്ക്. അങ്ങനെ അന്ന് മുതൽ നമ്മൾ വീണ്ടും പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു അവസ്ഥയൊക്കെ മാറി. എല്ലാം പിന്നെയും പഴയ നമ്മൾ മനുഷ്യരല്ലേ, പഴയ കാര്യങ്ങളൊക്കെ പിന്നെയും മറക്കുക. അല്ലെങ്കിൽ കൂടിയും അതിനെയൊക്കെ പിന്നെ നമുക്ക് വരുന്ന ഓരോ ദിവസവും നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി കേട്ടോ. ജീവിതത്തിൽ ആരും ഇല്ലാതെ നമുക്ക് ഒറ്റപ്പെട്ടു പോകുന്ന കുറേ നിമിഷങ്ങൾ ഒരു ദിവസം നമ്മൾ അറിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. അങ്ങനെ എന്താ പറയുക, അന്നൊക്കെ അമ്മായി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത്രയും ബ്ലീഡിങ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്കിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ തോന്നുന്നത് സ്വാഭാവികമാണല്ലേ. അങ്ങനെ തോന്നും. നിനക്ക് വല്ല തലകറക്കമൊക്കെ ഉണ്ടായെങ്കിൽ നീ എന്ത് ചെയ്തേനെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു കേട്ടോ. നമ്മൾ അന്നേരമാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് അങ്ങനെ ഒരു ബോധമേ പോയിട്ടുണ്ടായിരുന്നില്ല. ബൈക്കിന് കയറി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധമോ അങ്ങനെ ഒന്നും പോയിട്ടില്ല കേട്ടോ. എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ നമുക്ക് അന്നേരം ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പോകുന്ന ഒരവസ്ഥ, അത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു അവസ്ഥയായിപ്പോയി. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അയ്യോ ഇങ്ങനെയൊക്കെ വരുമല്ലോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ ആ ലൈഫൊക്കെ ഇങ്ങനെ മാറി പിന്നെ നമ്മൾ വീട്ടിലായിരുന്നു. വീട്ടിൽ റെസ്റ്റ് 3 മാസത്തേക്ക് റെസ്റ്റൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് എല്ലാം നോർമലായിട്ടാണ് പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ചു വന്നത്. ഇവിടെ പിന്നെ അങ്ങനെ പിന്നെ പാർക്കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ലൈഫ്. ഞാൻ മൂന്നാമത് വീണ്ടും ആദ്യക്കുട്ടിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്താവും എന്നുള്ളൊരവസ്ഥയായി. പിന്നെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയൊരു സമാധാനമായിട്ടോ. അങ്ങനെ ആ ലൈഫ് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ബ്ലീഡിങ്ങും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്ലീഡിങ്ങിന് നമ്മൾ പിന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയി. അന്ന് പിന്നെ വണ്ടിയൊക്കെ കിട്ടി കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബ്ലീഡിങ് റെസ്റ്റ് എടുത്താൽ മാറാവുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി 3 മാസത്തെ റെസ്റ്റ് എടുത്തു. അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനും ഏട്ടന് പിന്നെ ഭയങ്കരമായിട്ട് പേടിയായി. കുറച്ച് നാളും കൂടി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് നോക്കാനായിട്ട്. അപ്പോഴത്തേക്കിനും ഏട്ടനോട് പറഞ്ഞു നീ ഒന്നും ചെയ്തേലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരിടത്ത് ഇരുന്നാൽ മാത്രം മതി, എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകളൊന്നും കേൾപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഏട്ടന് ഭയങ്കര പേടിയായിരുന്നു.
അങ്ങനെ ആ ഒരു ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് മൂമെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അന്ന് എവിടെ ഏട്ടനും ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ തന്നെ ഏട്ടനും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. നമുക്ക് കാലിന് വെയിറ്റ് ഒക്കെ വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയാതെ തന്നെ മറിഞ്ഞ് വീഴുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ വീണു കേട്ടോ. വീഴുന്നതൊക്കെ കാണുമ്പോഴത്തേനും എന്നെ ഭയങ്കര ടെൻഷനായി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി, എന്തായാലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഓക്കെയാണ്, എല്ലാം നോർമലാണ്, എല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയം പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നത് പോലും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും രാത്രിയിൽ ആരൊക്കെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് കൂടി എനിക്കറിയില്ല. എന്തായാലും 2 പേരെ എനിക്ക് എപ്പോഴും കാവലായിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതെൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മരിച്ചുപോയി എൻ്റെ വലിച്ചമാരാവാം, എൻ്റെ അച്ഛൻ്റെ അച്ഛനും എൻ്റെ അമ്മയുടെ അച്ഛനും ആയിരിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അവരായിരിക്കാം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം എന്നും ആ വീഴ്ചയൊക്കെ കഴിഞ്ഞ് 2 പ്രാവശ്യം ഞാൻ വീണെന്ന് പറഞ്ഞല്ലോ. വീണതിന് ശേഷം ഞാൻ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ രാത്രി കിടക്കാൻ നേരം എനിക്ക് തന്നെ അറിയാൻ 2 പേര് പാസ് ചെയ്ത് പോകുന്നു. നമ്മുടെ മോളിൽ കൂടി ഇങ്ങനെ 2 പേര് പാസ് ചെയ്ത് പോകും കേട്ടോ. വേറെ ആർക്കും അത് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഏട്ടനെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. പക്ഷേ ഏട്ടൻ അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഏട്ടൻ എന്നെ വഴക്കും പറഞ്ഞു കേട്ടോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും എനിക്ക് 2 പേര് അന്ന് തൊട്ട് എൻ്റെ പ്രഗ്നൻസി ടൈം കഴിയുന്നിടം വരെ എൻ്റെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. അത് പകലും ഉണ്ടായിരിക്കാൻ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. രാത്രിയിൽ നമ്മൾ കിടന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അടുത്തു നിന്ന് പാസ് ചെയ്ത് 2 പേര് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ വലിയച്ഛനൊക്കെ ആയിരിക്കാം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യക്കുട്ടനെ ഏറ്റവും ഒടുവിൽ സിസേറിയൻ ആയിരുന്നു കേട്ടോ. എൻ്റെ 2 സിസേറിയൻ ആയിരുന്നു. അപ്പം ആദ്യക്കുട്ടനെ സിസേറിയൻ ചെയ്യാനായിട്ട് ഇന്ന് ഒരു 25-ാം തീയതി, ഓഗസ്റ്റ് മാസം 25-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 24-ാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. 25-ന് സിസേറിയൻ നടത്താനാട്ടോ. അങ്ങനെ 24-ാം തീയതി ഉച്ച കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. എനിക്ക് അന്നൊക്കെ ട്രിപ്പ് ഇടുന്നു, മരുന്നിടുന്നു, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിസേറിയൻ ആണെന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ രാവിലെ തന്നെ എനിക്ക് ട്രിപ്പിട്ട് അന്ന് തന്നെ 6 സിസേറിയൻ ഉണ്ടായിരുന്നു കേട്ടോ. 6ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ നമ്മൾ സിസേറിയന് കയറ്റുന്നതിന് മുമ്പ് രാവിലെ തന്നെ ട്രിപ്പിട്ട് നമ്മൾ ലേബർ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ നമ്മളെ ഷിഫ്റ്റ് ചെയ്യും. അവിടെ ട്രിപ്പിട്ട് കിടത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ആ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി സിസേറിയനൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ അടിച്ചു വാരി തുടയ്ക്കുന്നൊരു ചേച്ചി ഉണ്ട് കേട്ടോ. അവിടെ അടിച്ചു വാരി തുടയ്ക്കാനായിട്ട് നമ്മുടെ റൂമിലേക്ക് കയറി വന്നാണേ. അപ്പോൾ അവിടെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കി, എത്രാമത്തെ പ്രസവമാണ്, മൂത്തത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊക്കെ തിരക്കി കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളേ ഉള്ളൂ, മൂത്തത് പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കിനും എന്നോട് ചേച്ചി പറഞ്ഞു, മോനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഒരു അമ്പാടി ഉണ്ണിക്കണ്ണന് തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ അവസാന നിമിഷം നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ വരുന്നതല്ലേ വരുള്ളൂ. പിന്നെ ആണായാലും പെണ്ണായാലും ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ആരായാലും കുഴപ്പമില്ല, ചേച്ചി ഇതെന്താ പറയുന്നത്, ഇപ്പോൾ പ്രാർത്ഥിച്ച് എനിക്ക് എങ്ങനെയാണ് ആൺകുട്ടീനെ കിട്ടാനാന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർത്തു കേട്ടോ. പക്ഷേ എനിക്ക് ശരിക്കും അത് ദൈവം വന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി കേട്ടോ. ദൈവം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു പോലെ ആയിപ്പോയി. കാരണം നമ്മൾക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ആരെങ്കിലുമൊക്കെ നിമിത്തമായിട്ട് ദൈവത്തെ പോലെയൊക്കെ നമ്മളുടെ അടുത്ത് വരുന്നവരുണ്ടാവാം. അങ്ങനെ കേട്ടോ ആ ചേച്ചിനെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സിസേറിയൻ ചെയ്തു, എന്നോട് പറയുന്നു ഒരാൺകുട്ടിയാണെന്ന് പറയുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് ആ ഒരു നിമിഷം തൊട്ട് ഹാപ്പി ആവുന്നു. ഇപ്പം എൻ്റെ ആദ്യക്കുട്ടന് ഇതാ 5 വയസ്സായിട്ടോ. അപ്പം ഈ ഒരു ലൈഫ് ഇത്രയും നാളും എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തിങ്ങനെ പോവാണ് കേട്ടോ. നല്ല ഹാപ്പി മൂമെൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവം സഹായിച്ച് ഇപ്പോൾ നല്ല ഒരുപാട് ഓവറായിട്ട് ഒന്നുമില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മതി. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ് ഞാൻ. എന്തായാലും എനിക്കൊരുപാട് ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കുറേ പാഠങ്ങളുണ്ട് കേട്ടോ.
നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക, നമുക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അത് ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്ന് നമ്മൾ ഈ ഒരു ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ട് കളഞ്ഞേക്കുക. ഈ ആരാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് അറിയാലോ, നമുക്ക് ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നല്ലതാണോ എന്ന് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യവും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. നമുക്ക് നല്ല വഴിയിലൂടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മോശം വഴിയിലൂടെ പോകാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ നല്ല വഴികളിലൂടെ നമ്മൾ പോവുക, സഞ്ചരിക്കുക, നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഇതിലേക്കൊക്കെ വന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയൊക്കെ ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാളൊക്കെ മടിച്ചിരുന്ന കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒറ്റ ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ, നമ്മളങ്ങ് ചെയ്തേക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മറ്റുള്ളവർക്കത് ചിലപ്പം നല്ലതാവണമെന്നോ അങ്ങനെയൊന്നുമില്ല. പലരും പല സ്വഭാവക്കാരാണ്. പലതും ഇപ്പം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു കുറ്റമെങ്കിലും കണ്ടുപിടിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങളാണോ അതൊക്കെ നമ്മൾ ചെയ്യുക. ഹാപ്പി ആയിട്ട് പോവുക, ലൈഫ് എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ, സീ യു.